ക്രിസ്മസിനെയും പുതുവർഷത്തെയും വരവേൽക്കാൻ കൊച്ചി ഒരുങ്ങി. ക്രിസ്മസ് പപ്പ മുഖംമൂടികളും നക്ഷത്രങ്ങളും അലങ്കാരങ്ങളും കൊച്ചിയുടെ തെരുവോരങ്ങളെ നേരത്തെ തന്നെ ചുവപ്പിച്ചു കഴിഞ്ഞു. ഇനി ആഘോഷ ദിനങ്ങൾക്കായുള്ള കാത്തിരിപ്പ് മാത്രം. കാണാം കൊച്ചി ബ്രോഡ്വേയിൽ നിന്നും ഗായത്രി സത്യദേവ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കൊച്ചി പഴയ കൊച്ചി തന്നെയാണ്. ക്രിസ്മസും ന്യൂ ഇയറും പോലുള്ള ആഘോഷങ്ങൾ ഇങ്ങനെ വരവേൽക്കുന്ന കാര്യത്തിലും അതൊരു വമ്പൻ ആഘോഷമാക്കി മാറ്റുന്ന കാര്യത്തിലും കൊച്ചി വേറെ ലെവലാണ്. എന്താണ് ഇത്തവണത്തെ ക്രിസ്മസിന് ഇത്തവണത്തെ ന്യൂ ഇയറിന് കൊച്ചി ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. കൊച്ചി ബ്രോഡ്വേയിൽ നിന്നുള്ള വിശേഷം. കരുതിക്കൂട്ടി തന്നെയാണ് കൊച്ചി. കഴിഞ്ഞ തവണ കോവിഡിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതിന്റെ ചെറിയ തളർച്ചയും ആലസ്യവും ഒക്കെ ഉണ്ടായിരുന്നു. അതിനും കൂടി കണക്ക് തീർത്ത് ആഘോഷിക്കാനുള്ളതെല്ലാം നേരത്തെ ഒരുക്കി വെക്കാനാണ് ഈ തിരക്ക്. ഈ ദിവസങ്ങളിൽ ചുവപ്പ് മാത്രമാണ് കൊച്ചിയുടെ കളർ പാലറ്റിൽ. വൈകുന്നേരമായി പല നിറത്തിലുള്ള ലൈറ്റുകൾ കൂടി തെളിയുമ്പോൾ ഒരു വോങ് കർ വായ് സിനിമയുടെ ഫ്രെയിം പോലെ ചുവപ്പ് ലൈറ്റിലും സോഡിയം ലൈറ്റിലും ഒഴുകുന്ന മനുഷ്യരുടെ നദി. അപാരമായ ഈ വൈബ് പിടിക്കാനെത്തുന്നവരാണ് ഈ തിരക്കിന്റെ മുഖ്യ ആസൂത്രകർ. അടിപൊളിയല്ലേ? ഞാനിപ്പോ നാട്ടിൽ വന്നതേ ഉള്ളൂ. ഇന്നലെ ക്രിസ്മസിന് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ക്രിസ്മസിന് നാട്ടിൽ വരുന്നത്. പിന്നെ പുതിയതായിട്ട് പുതിയ സ്റ്റാറുകളുണ്ട്. പിന്നെ കുറെ നല്ല നല്ല വെറൈറ്റി ലൈറ്റുകളുണ്ട്. ഇവിടെ മാത്രം ഞാൻ വടകരയെന്നാ വരുന്നേ. തൃശ്ശൂര്, കോഴിക്കോട്, തലശ്ശേരി. 5 ഫ്രണ്ട്സ് 2 ദിവസമായി ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ കിടന്ന് കറങ്ങണു. ഇതൊക്കെ ആള് കാണാൻ വരുന്ന ആൾക്കാരെ കൂടുതൽ ഫോട്ടോ സെൽഫി എടുക്കണവരാണ്. സ്റ്റോറി പപ്പയുടെ വടിയും കുടയും മുഖംമൂടിയും തന്നെയാണ് കടകൾ കീഴടക്കാൻ മെയിൻ. നക്ഷത്രങ്ങളുടെ ട്രെൻഡ് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. 5 രൂപയുടെ പേപ്പർ നക്ഷത്രങ്ങൾ മുതൽ ലൈറ്റും LED-യും പാട്ടുമൊക്കെയായി വെടിച്ചില്ല നക്ഷത്രങ്ങളുടെ പരമ്പര തന്നെ. മറ്റലങ്കാരങ്ങൾക്കൊട്ടൊരു പഞ്ഞവുമില്ല. വലുതും ചെറുതുമായി കടകൾ അവസാനിക്കുന്നില്ല. ജനങ്ങളുടെ ഒഴുക്ക് നിലയ്ക്കുന്നുമില്ല. വേഗം നടന്നില്ല എങ്കിൽ പിന്നാലെ വരുന്നവരുടെ ഇടി കിട്ടാതെ നടക്കാമെന്ന കാര്യത്തിൽ ഉറപ്പുമില്ല. തിരക്കാണ്. വേഗം പോയി ക്രിസ്മസ് പപ്പയെ ഒരുക്കണം. പുതുവത്സരത്തിന് എല്ലാ ദുഃഖങ്ങളോടുമൊപ്പം കത്തിച്ചു കളയാനുള്ളതാണ്. കൊച്ചി കരുതിക്കൂട്ടി തന്നെയാണ്. ആഘോഷങ്ങൾ തുടങ്ങുന്നതേ ഉള്ളൂ. കൊച്ചി ബ്രോഡ്വേയിൽ നിന്നും ക്യാമറാമാൻ രാജു വർഗീസിനൊപ്പം ഗായത്രി സത്യദേവ്, കൈരളി ന്യൂസ്, കൊച്ചി.